ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? പിന്നെ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഇത് വേറെ ഒന്നുമല്ല കേട്ടോ. ഞാനെപ്പോൾ അടുക്കളയിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്ത് അപ്പോൾ അടുക്കളേൻ്റെ ആ ഒരു ഭാഗത്ത് ഷീറ്റ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷീറ്റ് കെട്ടിയ സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ വെളിച്ചം ശരിക്കും കാണുന്നില്ല. അതുകൊണ്ട് കേട്ടോ ഞാൻ ഈ വീടിൻ്റെ പുറകു വശം ഇത് ഈ തവണത്തെ മഴയ്ക്ക് ഇത് പൊളിഞ്ഞ് വീഴുമോ എന്തോ, തലയിൽ കൂടെ വീഴുമോന്നൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ പുറകു വശം ഇത്. പിന്നെ മുമ്പിൽ റോഡ് അതുകൊണ്ട് എനിക്ക് മുമ്പിലിരുന്ന് വീഡിയോ ചെയ്യാൻ നല്ല ക്ലിയറൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് മുമ്പിലിരുന്ന് വീഡിയോ ചെയ്യാൻ മടിയാ, അതുകൊണ്ടോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എൻ്റെ തമ്പനിയിൽ കണ്ടു നിങ്ങൾ. ഞാൻ ഇന്ന് കണ്ട ന്യൂസ് അത് ഇന്ന് കണ്ട വെച്ചാൽ ഇന്ന് രാവിലെ ഇന്നലെയാന്ന് തോന്നുന്നു ന്യൂസ് പുറത്ത് വന്നത്. അപ്പം 9 വയസ്സുള്ള കുട്ടീനെ അച്ഛൻ പീഡിപ്പിച്ചു. കുട്ടി പീഡനത്തിനിരയായി അവശത നിലയിലെത്തിയതിന് ശേഷമാണ് അമ്മ വിശ്വസിച്ചത് എന്ന് പറയുന്നത്. ഞാനൊന്ന് ചോദിച്ചിട്ടോ, 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ എത്ര വയസ്സുണ്ടാവും? ഒരു 14 വയസ്സ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഈ 14 വയസ്സുള്ള കുട്ടിക്ക് ഇത്രയൊക്കെ ആയിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇതൊന്നും പറയാൻ അമ്മ വിശ്വസിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പുറത്ത് ആരുടെ ഒരു ഫ്രണ്ട്സോ സുഹൃത്തുക്കളോ സ്കൂളിൽ കൗൺസിലിംഗ് ഉണ്ടാവില്ലേ? നമ്മളൊക്കെ സ്കൂളിൽ കൗൺസിലിംഗ് ഉണ്ട്. അപ്പോൾ അവരും സ്കൂളിൽ കൗൺസിലിംഗ് ഇപ്പോൾ എല്ലാ പിന്നെ ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടല്ലോ. അപ്പോൾ ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറയാം, എൻ്റെ മക്കളെ ഇതിനൊക്കെ തെറ്റുകാരുണ്ടല്ലോ നമ്മളെ അമ്മമാർ തന്നെ. ഞാനൊരു ഉമ്മയാണ്, ഒരു പെൺകുട്ടീൻ്റെ ഉമ്മയാണ് ഞാൻ. നമ്മൾ ഇതിനൊക്കെ തെറ്റുകാർ നമ്മളെ അമ്മമാർ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം ഇന്ന് പറയുന്നത് ഞാൻ മൊത്തത്തിൽ എല്ലാ ഇതും വെച്ച് പറയുകയാണ്. നമ്മളെ പെൺമക്കൾ സ്വന്തം അച്ഛൻ്റെ അടുത്ത് പോലും ആക്കിയിട്ട് പോകാൻ പറ്റാത്തൊരു കാലമാണ് ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ ഭാര്യയായിട്ട് കയറിപ്പോകുന്ന സമയത്ത് നമുക്ക് ദിവസങ്ങളെ വേണ്ടി വരുള്ളൂ ആണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കത് മനസ്സിലാവും. എന്നിട്ടും നമ്മൾ മക്കളെ എന്താക്കുന്നത്, അവരെ കൂടെ കുട്ടീനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണെന്ന് പറയുന്നത്. 3 വയസ്സ് മുതൽ പീഡനത്തിനെതിരായതിന് പോലും അങ്ങനെയാണ് പറയുന്നത്. ന്യൂസ് അങ്ങനെയാണ് ഉള്ളത്. ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താടാ ചിരിക്കുക അവിടെ വന്നിട്ട്. അപ്പോൾ എന്താ പറയണ്ട, എനിക്ക് പറയാനും കഴിയുന്നില്ല, വിശ്വസിക്കാനും കഴിയുന്നില്ല. കാരണം അവശത നില കണ്ടപ്പോൾ മോളോട് ചോദിച്ചപ്പോൾ മോളും സത്യം പറയുന്നത്. ഇത് സംഭവം എന്താണെന്ന് പറയുന്നത്. ഇവനൊക്കെ എന്താ വേണ്ടേ? ഞാൻ പറയും, അറബ് രാജ്യത്ത് നടക്കുന്നുണ്ടല്ലോ ശിക്ഷ, എത്രമാത്രം ശിക്ഷ ഉണ്ടെന്നുള്ളത്, അതുപോലത്തെ ശിക്ഷ ഇവിടെയും നടപ്പിലാക്കണം. അടിച്ചിട്ട്, അതായത് അരൻ്റെ താഴോട്ടേക്ക്, നമ്മുടെ അരയുണ്ടല്ലോ അതിൻ്റെ താഴോട്ടേക്ക് ഒരു കാലത്തും പിന്നെ ഇത് ജീവൻ വെക്കാത്ത നിലയിൽ തളർത്തി കളയണം പടടിച്ചിട്ട്. അതാണ് വേണ്ടത്. അങ്ങനെ ഒരാളെ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അടുത്താളും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളെ എങ്ങനെ ചെയ്ത് നോക്കുക, മൂന്നാമത്തെ ആൾ പിന്നീട് അങ്ങനെ ആണുങ്ങൾ വരില്ല. അങ്ങനെ സംഭവം ഭൂമിയിൽ ഉണ്ടാവില്ല. പക്ഷേ ഇതാണ് അവസ്ഥ. എനിക്ക് കേട്ടിട്ട് ഭയങ്കര ബേജാറായിപ്പോയി. ന്യൂസ് ഞാൻ ഫുള്ള് കണ്ട് രാവിലെ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് ചാനലിലാണല്ലോ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ലോകം പൊതുവെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറയാം, അമ്മേനോടാണ് എൻ്റെ ഈ വീഡിയോ പിന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ ആ അമ്മ കാണാനിടയാവണേന്ന് ഞാൻ പറയുന്നത്. പിന്നെ പറയാം, നമ്മളുണ്ടല്ലോ മക്കൾക്ക് എന്ത് ന്യൂസ് ഇതിൽ വന്നാലും നമ്മൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. എനിക്ക് മൂത്തതൊരു ആൺകുട്ടിയാണ്, 10 വയസ്സിൽ. അവന് വരെ ഞാൻ ന്യൂസ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും, ഇതുപോലെ ആരെങ്കിലും വിളിച്ചാൽ അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ എൻ്റെ അടുത്ത് പറയണം. ഞാൻ പറയും, അതിനെ സമ്മതിക്കരുത്. ആണാണെങ്കിൽ കൂടി എവിടെയെങ്കിലും ശരീരത്തിന് എവിടെയെങ്കിലും മോശമായ രീതിയിൽ സ്പർശനം കണ്ടാൽ തന്നെ അപ്പം തന്നെ എൻ്റെ അടുത്ത് പറയണം. വേറെ ആരോട് പറഞ്ഞെങ്കിൽ എന്തും എൻ്റെ അടുത്ത് വന്ന് പറയണമെന്ന് ഞാൻ പറയും. അതാണ് കാലം മക്കളെ. നമ്മൾ മക്കളെ പൊന്നുണ്ടല്ലോ, നമ്മൾ സ്വർണ്ണ അൽമാരയിൽ വെച്ച് കൂട്ടുന്നതിനാ, അതുപോലെ നമ്മൾ മക്കളെ സൂക്ഷിക്കണം. മക്കൾ കൈവിട്ട് പോയില്ലെങ്കിലേ പിന്നെ പറഞ്ഞിട്ടും തല കൈ വെച്ചിട്ടൊന്നും കാര്യമില്ല. മക്കൾ മറ്റേ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധക്കുറവുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളെ ശ്രദ്ധക്കുറവുണ്ട് മക്കളെ. പിന്നെ എനിക്ക് ന്യൂസ് കാണുമ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. അതിൻ്റെ ആ ഒരു വരി കണ്ടപ്പോൾ എനിക്ക് വിഷമമായത് എന്താ വെച്ചാൽ, പിന്നെ എന്താ അവശത നിലയിൽ വേണ്ടി വന്ന് അമ്മക്ക് വിശ്വസിക്കാനായി. കാലം പോര് പോക്ക് നോക്കല്ലേ.